നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ അള്ളാഹ് മറുപടി തരുമെന്ന് പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖും ഉമർ തങ്ങളും ഒക്കെ പരസ്പര സഹാബത്ത് മുഖത്തോട് മുഖം നോക്കാൻ. എന്തിനാണ് സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ വിവരം നാളെ എനിക്ക് ഇബ്നു മസ്ഊദിനോട് പറയണം. ഇബ്നു മസ്ഊദ്, നീ ഇന്നലെ രാത്രി ദുആ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു നീ ചോദിച്ചോ നൽകപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ നീ ദുആക്ക് ഇജാബത്തുള്ള ആളാണ് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് എനിക്ക് നേരം വെളുക്കുമ്പോൾ തന്നെ സുബൈക്ക് പള്ളി വന്നാൽ പറയാൻ പറ്റൂല, കാരണം ആളുകൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ സുബൈക്ക് മുമ്പ് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു. കാരണം പള്ളിയിൽ ബാങ്ക് കേട്ടാ പിന്നെ പള്ളിയിൽ വരുവാൻ. പള്ളിയിൽ വന്നാൽ വേറെ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ആ പ്രതിഫലം കിട്ടൂല. നമ്മളാണെങ്കിലോ നമ്മുടെ മനസ്സാണെങ്കിലോ നബിതങ്ങളെങ്ങാനും അങ്ങനെ പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചോദിച്ചോ നൽകപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മൾ നബിയെന്ന് വിളിക്കും. ഈ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ ഇല്ലാത്തത് എത്രയോ നന്നായി. കാരണം എന്താണ്? ഏത് സംഘടന നിൽക്കും? ഞാൻ വിഷമത്തോടു കൂടി പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവും. അത് ഇന്നല്ല, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, നേരെ ഉമറത്തങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോ ആരോ ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ചിന്തിച്ചു, അൽഹംദുലില്ലാഹ്, ഇദ്ദേഹം ഒന്ന് നേരത്തെ ആണല്ലോ പുറത്തിറങ്ങുന്നത്. എന്തായിരുന്നാലും ഇപ്പൊ വന്നത് നന്നായി. കാരണം പിന്നീടായി പോയിരുന്നെങ്കിൽ ഇദ്ദേഹം പള്ളി എത്തിയനെ, വേറെ ആരെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞനെ. അല്ലെങ്കിൽ അബൂബക്കറിനെ വിശ്വസിക്കാൻ പറ്റൂല. കാര്യം അബൂബക്കർ എല്ലാത്തിലും മുമ്പന്തിയില്ല. സമാധാന ഇബ്നു മസ്ഊദ് വീട്ടിലുണ്ട്, കാരണം പുറത്തേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഇബ്നു മസ്ഊദ് അവിടെ നിന്ന് ഇറങ്ങി ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി. അടുത്തടുത്തെത്തിയപ്പോൾ ഉമർ തങ്ങൾ ഞെട്ടിപ്പോയി. ഇറങ്ങി വരുന്നത് ഇബ്നു മസ്ഊദ് അല്ല, പിന്നെ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചിന്തിച്ചേ, രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല, രാത്രി തന്നെ വെച്ച് പിടിച്ചു. എന്തു പറയാനാ? സ്വന്തം കാര്യം പറഞ്ഞോട്. നമുക്ക് കല്യാണം വീട്ടിൽ പോയാൽ പുതിയാപ്പിളാകണം, മരണ വീട്ടിൽ പോയാൽ മയ്യത്താകണം. നമുക്ക് എവിടെ നമ്മളാകണം, ഇതല്ലേ നമ്മുടെ ആഗ്രഹം. അവിടെ ചെന്നു കാര്യം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എവിടെ പോവാ? ഞാൻ ഇന്നലത്തെ സംഭവം വിവരിക്കാൻ വേണ്ടി വന്നതാ, നീ ഇന്നും പരാജയപ്പെടുത്തി കളഞ്ഞല്ലോ അബൂബക്കർ സിദ്ദീഖ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹു തള്ളിക്കളയാത്ത, ഖുർആൻ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടോ ആ രൂപത്തിൽ ഓതുന്ന, പരസ്യമായിട്ട് ആദ്യമായി വിശുദ്ധ ഖുർആൻ മക്കയുടെ മണൽത്തരികളെയും കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളെയും പുളകച്ചാത്തണിയിച്ച ആരുടെ ശബ്ദമാധുര്യം കൊണ്ടാണോ ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന പാണ്ഡിത്യത്തിന്റെ കുലപടി സാഹിബ് സിർ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള 4 കാര്യങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഘം മക്കയിൽ നിന്ന് യാത്ര തിരിച്ചു. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ഈ വിഷയം. മക്കയിൽ നിന്ന് യാത്ര തിരിച്ച ഉമർ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന ഒരു സംഘം മക്ക വിട്ട് കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ എതിരെ മറ്റൊരു സംഘം വരുന്നതായിട്ട് കണ്ടു. നല്ലൊരു വിഷയമാണ്. എതിരെ ഒരു സംഘം വരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എതിരെ വണ്ടി ഓടിച്ച ഒരാൾ വന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവന് സൈഡ് തന്നില്ല എങ്കിലും നിലമ്പൂർ സംഭവിച്ചതുപോലെ അവന് നമ്മൾ വെട്ടിക്കിടത്തും. അതാ കേരളക്കാരുടെ സ്വഭാവം. അന്ന് എതിരെ വരുന്നത് ഒട്ടകമാണ്. ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൽ വെച്ച്, അതല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തോടു കൂടി യാത്രക്കാർ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സംഘം ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് എതിരെ വരുന്നവർ എവിടെ നിന്നുള്ളവരാണ്, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു പതിവുണ്ട് അറബികൾക്ക്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സംഘത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, ഏയ്, നിങ്ങൾ എവിടെ നിന്നാ വരുന്നേ? എതിരെ വരുന്ന സംഘത്തോട് ചോദിക്കാൻ, നിങ്ങൾ എവിടെ നിന്നാ വരുന്നേ? ആ സമയത്ത് അവിടെ നിന്ന് വന്ന മറുപടി പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്താണ്. എവിടെ നിന്ന് നിങ്ങൾ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ സംഘത്തിൽ നിന്ന് മറുപടി വരികയാണ്, അങ്ങ് വിജനമായ വിദൂരമായ ഒരു പ്രദേശത്ത് നിന്ന് വരികയാണ്, ആഴമേറിയ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ വരികയാണ്. ആ സമയത്ത് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? ഈ യാത്ര അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോ അതിൽ നിന്ന് മറുപടി വരികയാണ്, ചിരപുരാതനമായ പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് മറുപടി വരികയാണ്.
ചോദിക്കുകയാണ്, സഹോദരങ്ങളെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയും ഖുർആനാ. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയും ഖുർആനാണ്. ഇതിന് നമുക്ക് കഴിയുമോ? കഴിയില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെടുകയാണ്. കാരണം ആ സമയത്ത് ഖുർആൻ വലിയ പാണ്ഡിത്യമുള്ള ആരോ ആണ്. ഇത്രത്തോളം വലിയ പണ്ഡിതനായ ആരാണ് ഇതിനകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന് വ്യഗ്രതയായി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങളൊരു പണ്ഡിതൻ ഉണ്ടാകുമല്ലേ? നിങ്ങളുടെ സംഘത്തിൽ ഒരു പണ്ഡിതൻ ഉണ്ടാകുമല്ലേ? അവര് പറഞ്ഞു, അതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു പണ്ഡിതനുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആഴത്തിലൂടെ ഒഴുകിട്ടിറങ്ങിയ ഖുർആനിന്റെ സാഗരത്തിൽ മുങ്ങിട്ടപ്പുന്ന ഒരു വലിയ പണ്ഡിതൻ ഞങ്ങളോടൊപ്പമുണ്ട്. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിൽ നിന്ന് 4 പേര് 4 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാ. ആ മറുപടി 4 കേട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്തെന്നറിയോ? നിങ്ങളിലുള്ള പണ്ഡിതനും മറ്റാരുമാകില്ല, അത് ഇബ്നു മസ്ഊദ് അല്ലാതെ മറ്റാരുമല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടോ? അവര് പറഞ്ഞു, ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഇബ്നു മസ്ഊദിനല്ലാതെ ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയില്ല. ഇവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിന്റെ ആയത്ത് പെട്ടെന്ന് വരിക. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിന്റെ ആയത്ത് വരിക. ഏറ്റവും വലിയ ചോദ്യങ്ങൾ 4 ചോദിക്കുമ്പോ ചോദ്യം 4നും പരിശുദ്ധമായ ഖുർആനിലൂടെ മറുപടി കൊടുക്കുന്ന ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ കുലപതിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ഒന്നാമത്തെ ചോദ്യം ഏതെന്നറിയുമോ? ഞാൻ ചുരുക്കി പറയും 6 7 ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എല്ലാം വിശദീകരിക്കാൻ 2 മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് സമയം തികയാത്തത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. 4 ചോദ്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ആ 4 ചോദ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒന്നാമത് ചോദിച്ചത് ഏതെന്നറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിൽ ഇരിക്കുന്ന ഒരാള് ചോദിക്കുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? അറിയുമോ സഹോദരങ്ങളെ? 6266 ആയത്തുകൾ അല്ലാഹു 114 അധ്യായങ്ങളിലൂടെ ഈ ലോകത്തിന് സമ്മാനിക്കുമ്പോ അതിലേറ്റവും മഹത്വമുള്ള ആയത്ത് ഏതെന്ന് ചോദിക്കുകയാണ്. ഏറ്റവും വലിയ മഹത്വമുള്ള ആയത്ത് ഏതാണെന്ന് എന്റെ പെങ്ങളെ അറിയുമോ? ഞാൻ നിങ്ങൾ ഖുർആനിന്റെ വക്താക്കളാണ്. കഴിഞ്ഞ 1 കൊല്ലത്തിന് മുമ്പല്ലേ പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് കോടീശ്വരൻ എന്ന പരിപാടിയില് നടന സുരേഷ് ഗോപിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാ. സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാര്യമാണ്. സുരേഷ് ഗോപി പാവപ്പെട്ട ഒരു മുസ്ലിം സഹോദരിയെ ടേബിളിൽ പിടിച്ചിരുത്തിയിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക, ടേബിളിന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, ഒരു സിനിമ ഇട്ടുകൊടുത്തതിന്റെ 5 സെക്കൻഡ് 10 സെക്കൻഡോളം വരുന്ന ശബ്ദരേഖ ഇട്ടുകൊടുത്തിട്ട് ചോദിച്ചു, ഏത് സിനിമയാണ്? ആ പെണ്ണ് മറുപടി നിമിഷ നേരം കൊണ്ട് പറയുകയാണ്. ഒരിക്കൽ പോലും ആ പെണ്ണിന് ആലോചിക്കേണ്ടി വന്നില്ല, ആ പെണ്ണിനൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഒരു പഴയ കാലത്തെ സിനിമ ഇട്ടുകൊടുത്തിട്ട് ആ സിനിമ 10 സെക്കൻഡ് നീണ്ടു നിന്നപ്പോ അതേത് സിനിമയിലെ രംഗമാണെന്ന് ചോദിക്കുമ്പോൾ ഈ സമുദായത്തിന്റെ ഒരു സഹോദരി മറുപടി കൊടുക്കുകയാണ്. രണ്ടാമത് ആ നടൻ ചോദിച്ച ചോദ്യമേനെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, അതൊരു വനിതയുടെ പേരിലാണ് തുടങ്ങപ്പെടുന്നത്. ഒരു വനിതയുടെ പേരിലാണ് അധ്യായമുള്ളത്. ആ വനിത ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണിങ്ങനെ ആലോചിക്കുകയാണ്. ആ പെണ്ണിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, 4 ഓപ്ഷൻ കൊടുത്തിട്ടാണ് ആസിയയുടെയും അതുപോലെ തന്നെ ഖദീജയുടെയും മറിയം ബീവിയുടെയും ആയിഷയുടെയും പേര് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ആ വനിതയെന്ന് ചോദിച്ചിട്ട് അറിയാൻ കഴിയാത്ത പെങ്ങളുണ്ട്. ഏത് പെങ്ങളെന്ന് ചോദിച്ചാലും മലപ്പുറത്തുകാരിയാണ്. ഏത് മലപ്പുറമാണ്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറമാണ്. ഇങ്ങനെയുള്ള പെങ്ങളാണ്. ഹിജാബ് ധരിച്ച പെങ്ങളാണ്. പെങ്ങളോട് വിശുദ്ധമായ ഖുർആനിനെ പറ്റി ചോദിക്കുമ്പോ ഇന്ന് സഹോദര സമുദായത്തിൽപ്പെട്ടവര് പോലും പറയാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിന് പോലും ഖുർആനിൽ നിന്ന് മറുപടി കൊടുക്കാൻ ഈ സമുദായത്തിന്റെ തലതിരിഞ്ഞു പോയ പെങ്ങളെ കൊണ്ട് കഴിയാതെ പോയെങ്കിൽ എന്റെ കാങ്കോല നിവാസിനികളായ
പെണ്ണുങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്തേരം അറിയുമോ? ഖുർആൻ ഓതുന്നവരോട് ചോദിക്കുകയാണ്, ഈ റമളാൻ മാസത്തിലും 4-5 ഖത്തം തീർത്ത എന്റെ ചെറുപ്പക്കാരാ, എന്റെ പിതാക്കന്മാരെ, 6266 ആയത്തുകൾ 114 അധ്യായങ്ങളിലെ പടച്ചതമ്പുരാൻ ഈ ലോകത്തിന് സമ്മാനിക്കുമ്പോ, സഹോദരങ്ങളെ, ഇതിലെ ഏറ്റവും മഹത്വമുള്ള ആയത്തേതാണ്? ഇതിലേറ്റവും മഹത്വമായ ആയത്തേതാണ്? ഈ പണ്ഡിതനോട് ചോദിക്കുന്നത് ഉമർ തങ്ങളുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാരനാണ്, ഇൽമിൽ വളരെ കുറഞ്ഞ ഒരു മനുഷ്യനാണ് ചോദിക്കുന്നത് ആരോടാണ്? ഇബ്നു മസ്ഊദ് ഇരിക്കുന്ന സംഘത്തോടാണ് ചോദിക്കുന്നത്. ഉടൻ തന്നെ അവിടെ നിന്ന് മറുപടി വരികയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് വരികയാണ്. ഏതായത്താണെന്നറിയോ? ഇത് ഇബ്നു മസ്ഊദിനല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പിന്നെ ആർക്കാ കഴിയുക? ഇബ്നു മസ്ഊദിനല്ലാതെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേറെ ആർക്കാ കഴിയുക? ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. സഹോദരങ്ങളെ, ഈ ആയത്താണ്. ഇതിന്റെ അവസാന ഭാഗം വരെ ഓടിക്കൊടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഈ ആയത്താണ്. ഏതായത്ത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത്. ഈ ആയത്തിന്റെ പേര് എന്താ പോലെ? ആയത്തുൽ കുർസി. സംശയിക്കണ്ട, ഇനി ആര് ചോദിച്ചാലും പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാ? എല്ലാം മഹത്വമുള്ളതാണ്, ഏത് മഹത്വമുള്ളതാണ്. പക്ഷേ അതിലേറ്റവും മഹത്വമുള്ളത് ഏതാണ്? അത് ആയത്തുൽ കുർസി ആണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. എത്ര പേർക്കറിയാം? എത്ര പേർക്ക് ആയത്തുൽ കുർസി തെറ്റാതെ ഓതാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ സമുദായത്തിലുണ്ട്? ഞാൻ ആക്ഷേപിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയാണ്, ഞാൻ വിമർശിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ആയത്തിന്റെ മഹത്വം എന്താണ്? വിശദീകരിക്കാൻ എന്നാൽ ഇത് ഇന്നൊരു ദിവസം പ്രസംഗിക്കേണ്ടി വരും. നമുക്കിനി ആകെ ഉള്ളത് തുച്ഛമായ സമയമാണ് നമുക്കിനിയുള്ളത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ ആയത്ത് 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, പഠിച്ചോളി, 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഇത് ഓതിക്കഴിഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പാണ്. പക്ഷെ ഒരു തടസ്സം അവന്റെ മുമ്പിലുണ്ട്. എന്ത് തടസ്സം? മരണം എന്ന് പറയുന്ന ഒരു തടസ്സം അവന്റെ മുന്നിലുണ്ട്. മരിച്ചാൽ അപ്പോഴേ അവൻ സ്വർഗത്തിലാണ്. ആര്? 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി മുടങ്ങാതെ ഓതുന്ന ഒരാൾ. അപ്പൊ ചോദിക്കും, ഉസ്താദെ, 5 നേരത്തെ നിസ്കാരം അതിനുശേഷം ഈ ആയത്തുൽ കുർസി അങ്ങ് ഓതിയ വിഷയമൊക്കെ തീരൂലേ? ബാക്കി എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ലേ? ബാക്കി എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളതല്ല. ഈ 5 നേരം ആയത്തുൽ കുർസി ഓതുന്നവന് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. കള്ളു പിടിക്കാനും പെണ്ണു പിടിക്കാനും പലിശ വാങ്ങാനും ഒന്നും അവനെ കഴിയില്ല. കാരണം അർത്ഥറിഞ്ഞ് ലാ തൗഖുദു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവന് ഹയ്യും ഖയ്യൂമുമാണ്, എന്നെന്നും ശേഷിക്കുന്നവനും ജീവിച്ചിരിക്കുന്നവനും കഴിവുള്ളവനും ഒക്കെയാണ്, അവനല്ലാതെ ആരാധ്യനില്ല. ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹുവിന് 2 രീതിയിലുള്ള ഉറക്കമില്ല. 2 രീതിയിലുള്ള ഉറക്കം ഏതാണ്? ഒന്ന് കട്ടിലിൽ കിടന്ന്, ഒന്ന് പായയിൽ കിടന്ന്. 2 രീതിയിൽ ഉറക്കമുണ്ട്. സിനത്ത്, നൗം. സഹോദരിമാരോട് ഞാൻ പറയാം, സിനത്ത്, നൗം, 2 രീതിയിലുള്ള ഉറക്കമുണ്ട്. ഈ ഉറക്കം ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. വീട്ടിൽ കിടന്ന് മനോഹരമായി നല്ല ബെഡ്ഷീറ്റും പുതച്ച് കിടക്കുന്ന ഉറക്കത്തിന്റെ പേര് നൗം. വഴല് കേൾക്കാൻ വന്നിരുന്ന് ഉറങ്ങുന്ന ഉറക്കത്തിന്റെ പേര് സിനത്ത്. മനസ്സിലായ? നൗം എന്ന് പറഞ്ഞാൽ കണ്ണു ഉറങ്ങും, ഹൃദയം ഉറങ്ങും. സിനത്ത് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കും, പക്ഷെ ഹൃദയം ഉറങ്ങും. അല്ലെങ്കിൽ കണ്ണ് അടഞ്ഞിരിക്കും, പക്ഷെ ഹൃദയം തുറന്നിരിക്കും എന്ന് പറഞ്ഞാൽ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശബ്ദമുണ്ട്, ആളുകൾ ബക്കറ്റ് കൊണ്ടുവരുന്ന അറിയുന്നു, എല്ലാം ചെയ്യുന്നു, പ്രസംഗം തീരുന്ന അറിയുന്നു, ഒക്കെ അറിയുന്നു. പക്ഷെ എന്താണ് പറയുന്നത് മനസ്സിലാവില്ല. കാരണം തൂങ്ങി ഉറങ്ങുകയാണ്. അല്ലെ? ഏറ്റവും നല്ല ഉറക്കം ഒരു മുസ്ലിമിനെ അതെന്ന് ചോദിച്ചാൽ എതിരെ അഭിപ്രായം ഇല്ലാതെ പറയുന്ന ഒരു സമയമാണ്. എപ്പോഴാ? ഒരു 20 മിനിറ്റ് ആഴ്ചയിൽ അവന് കിട്ടും. എത്ര മനോഹരമായ ഉറക്കമാണ്. ഖതീബ് മിമ്പറിൽ നിന്ന് ഖുതുബ പോകുന്ന സമയം, ആ സമയത്ത് കിട്ടുന്ന ഉറക്കം അത് വല്ലാത്തൊരു ഉറക്കമാണ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഏറ്റവും കൂടുതൽ മഹത്വം കൊടുത്തിട്ടുള്ള ഒരായത്ത് ആയത്തുൽ കുർസിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് അമല് ചെയ്യാൻ, ഇന്ന് രാത്രി മുതൽ അമല് ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം.